ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ രേവതി തന്റെ വസ്ത്രങ്ങൾ അലക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ചന്ദ്രമതി വന്ന് തന്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് വൃത്തിയായിട്ട് തന്നെ അലക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെയും ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇത് സുധീരെ ഷർട്ടാണ്, ഇതൊക്കെ ഇട്ട് മെഷീനിൽ അലക്കുമ്പോഴേക്കും ഇതിന്റെ നൂലുകളൊക്കെ ഇളകി വരും, അതുകൊണ്ട് തന്നെ നീ ഇത് കൈകൊണ്ട് വൃത്തിയായിട്ട് തന്നെ വാഷ് ചെയ്യണം. ഇത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ്, അവൻ കാർ ഷോറൂമിൽ പോകുന്ന സമയത്ത് അവൻ ഇടാനുള്ളതാണ്, ഇത് നീ വൃത്തിയായിട്ട് അലക്കണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് തന്നെ രേവതിക്ക് അത് കേട്ട് ദേഷ്യം അങ്ങ് വരും. എന്നിട്ട് രേവതി ചോദിക്കുന്നത്, അതെന്താ ശ്രുതി, കാർ ഷോറൂമിലേക്ക് വരുന്നവരൊക്കെ സുധീരെ ഷർട്ട് വാങ്ങിക്കാനാണോ വരുന്നത്? അവിടേക്ക് എന്താ കാറ് വാങ്ങാൻ വേണ്ടി ആരും വരുന്നില്ലേ? അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതെ എന്റെ ഭർത്താവ് ശ്രുതി സച്ചിയെ പോലെ കാർ ഓടിക്കാനല്ല പോകുന്നത്, ശ്രുതി കാർ സെയിൽ ചെയ്യാനാണ് ഷോറൂമിലേക്ക് പോകുന്നത്. ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതിക്ക് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തേക്കണം. അപ്പൊ രേവതി പറയുന്നത്, അതെ കാർ ഓടിക്കുന്നതും നല്ല റിസ്ക് ഉള്ള ജോലി തന്നെയാണല്ലോ എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി അതൊക്കെ നിന്നോടിപ്പോ ശ്രുതിമോള് ചോദിച്ചോ? നീ അവള് നിന്നോട് പറഞ്ഞ പണി മാത്രം ചെയ്തു കൊടുത്താൽ മതി. ആ തുണി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടങ്ങ് അലക്കടി മോളെ ശ്രുതി, നീ അതവിടെ വെച്ചിട്ട് പോയിക്കോ, അവൾ അതൊക്കെ വാഷ് ചെയ്തോളും എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ശ്രുതി തുണികളെല്ലാം തന്നെ രേവതിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് ശ്രുതി. അപ്പൊ രേവതി പറഞ്ഞിട്ട്, ഒരു മിനിറ്റ് ശ്രുതി, നീ ഏതായാലും ആ തുണികളൊന്നും അവിടെ വെക്കണ്ട, എനിക്കല്ലെങ്കിൽ ഈ വീട്ടിൽ ഇഷ്ടംപോലെ ജോലികളുണ്ട്, അതുകൊണ്ട് നിന്റെയും ശ്രുതിയുടെയും ഡ്രസ്സുകളൊന്നും അലക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് പറയുവാണ്, നിന്റെ ഭർത്താവുമായി ബന്ധമുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഈ ഷർട്ട് ഏതായാലും എന്നെ കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടെ രേവതി. എടി ഈ ഡ്രസ്സെല്ലാം തന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമെന്ന് പറയട്ടെ രേവതി. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വർഷ വന്ന് ചോദിക്കുന്നുണ്ട്, രേവതി ഏട്ടത്തി ഇതെന്റെ 2 ടോപ്പാണ്, ഇതൊന്ന് വാഷ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കും. എന്നിട്ട് വർഷ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ രേവതിക്ക് അലക്കാനിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നിട്ട് അതെല്ലാം കണ്ടുകൊടുത്തിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, അയ്യോ ഏട്ടത്തി, പാവം ഏട്ടത്തി, ഇതൊക്കെ ഏട്ടത്തിക്ക് അലക്കാനുള്ളതാണോ? എന്താ ആന്റി, നിങ്ങൾക്കൊന്ന് വന്ന് രേവതി ഏട്ടത്തിയെ ഹെൽപ്പ് ചെയ്തൂടെ? അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാനോ എന്ന് ചോദിക്കുന്ന സമയത്തിനെ വർഷ പറയുന്നുണ്ട്, അതിനെന്താ 2 പേരും കൂടി ചേർന്നിട്ട് അലക്കിയാൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. 2 പേരും കൂടി ഒത്തൊരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ പണികളെല്ലാം തന്നെ എളുപ്പത്തിൽ തീർന്നു കിട്ടുമല്ലോ. ആന്റി കൂടെ കൂടി കൊടുത്താൽ രേവതി ഏട്ടത്തി അത് വലിയ ഹെൽപ്പായിട്ട് സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് വർഷ. എന്നാൽ വർഷയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവള് വന്നിങ്ങോട്ടേക്ക് കയറിയില്ല, അപ്പോഴേക്കും ഇവൾ എന്നെ വേലക്കാരിയാക്കുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കണേ. എന്നിട്ട് വർഷനോടായിട്ട് ചന്ദ്രമതി പറഞ്ഞിട്ട്, അതൊന്നും പ്രശ്നമില്ല വർഷേ, രേവതിക്ക് ഇതൊന്നും കഷ്ടപ്പാടായിട്ട് തോന്നില്ല, അവൾ തനിയെ തന്നെ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തോളും എന്നൊക്കെ പറയട്ടെ ചന്ദ്ര. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ആന്റി കഷ്ടപ്പാടില്ലാതിരിക്കും, വീട്ടിലെ എല്ലാ ജോലികളും രേവതി ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, നിങ്ങളും കൂടെ വർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ രേവതി ഏട്ടത്തിക്ക് അതൊരു റിലാക്സ് ആയിരിക്കില്ലേ? അപ്പൊ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവളെങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുത്താൻ മാത്രം, ഇവളെന്താ ഓഫീസ് ജോലിക്കാണോ പോകുന്നത്? ഇവൾ 24 മണിക്കൂറും വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, ഈ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് മറ്റെന്താ ജോലിയുള്ളത്, ഇവൾക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? അപ്പൊ വർഷ പറയുന്നത്, ഏതായാലും പാവ രേവതി ഏട്ടത്തി, ശ്രുതി നിങ്ങൾക്ക് വന്നിട്ട് ഇവരെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തോടെന്ന് ചോദിക്കും. അപ്പൊ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട്, അതെ ഞാൻ ഇങ്ങനെ ഇവളെ പോലെ ചുമ്മാതിരിക്കുന്ന ആളൊന്നുമല്ല വർഷേ, ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ജോലി ചെയ്യുന്നവളാണ്. അപ്പൊ വർഷ പറയുന്നുണ്ട്, നമ്മൾ 2 പേരും ഒരു ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ, എന്നാൽ രേവതി ഏട്ടത്തി വീട്ടിലിരുന്ന് എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, അതും കൂടാതെ ഞാൻ പോലും എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി രേവതി ഏട്ടത്തിക്ക് കൊടുത്തു. അപ്പൊ രേവതി പറയുന്നത്, അതൊന്നും സാരമില്ല വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി വർഷയുടെ ടോപ്പ് വാങ്ങിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ ഇതും കാണുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കാട്ടോ, കാരണം ശ്രുതിയുടെ ഡ്രസ്സൊന്നും രേവതി വാങ്ങിച്ചില്ലല്ലോ. എന്നാൽ വർഷയുടെ ടോപ്പ് മലക്കാൻ വേണ്ടിയിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. ഈ സമയത്തിന് വർഷ ചോദിക്കുന്നുണ്ട്, ആന്റി ഈ വീട്ടിൽ നിങ്ങൾക്കൊരു വേലക്കാരിയെ വെച്ചൂടെ? എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, അതെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു വർഷേ, ഞാൻ വന്നതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടതാ അമ്മ എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാ ആന്റി അവരെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വർഷ അവിടെ സെർവൻസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നത്, അത് പിന്നെ വർഷമോളെ ഇവിടെ അതിന് മാത്രം ജോലിയൊന്നും ഇല്ലല്ലോ, ഇവിടെയുള്ള ജോലികളൊക്കെ രേവതിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ച് ഇവിടെയുള്ള എല്ലാ ജോലികളും ഏട്ടത്തി സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടോ? അതേതായാലും വളരെ കഷ്ടപ്പാടാണ്, വളരെ പ്രയാസമാണ് ആന്റി, രേവതി ഏട്ടത്തിയുടെ അവസ്ഥ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ അങ്ങനെ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടും. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ട്, വർഷേ നീ പറഞ്ഞത് ശരി തന്നെയാണ്, എന്നാൽ ഈ വീട്ടുജോലികൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര കഷ്ടപ്പാടുള്ള ജോലിയൊന്നുമല്ല. രേവതിക്ക് വീട്ടുപണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എത്ര നേരം വേണമെങ്കിലും കിടന്നിട്ട് റെസ്റ്റ് എടുക്കാലോ. ശ്രുതി പറയുന്നത്, എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടാറില്ല, മോർണിംഗ് ടു ഈവനിങ് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയും.
അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് അതെ, അത് വെച്ച് നോക്കുമ്പോൾ രേവതി ചെയ്യുന്നതൊന്നും അത്ര വലിയ പണിയൊന്നുമല്ല മോളെ. അപ്പൊ വർഷ പറഞ്ഞിട്ട് അതിന് ആന്റി ശ്രുതിയൊക്കെ പുറത്തു പോയിട്ടല്ലേ ജോലി ചെയ്യുന്നത്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള സാലറിയും കിട്ടും. ശ്രുതി ഏട്ടത്തി ഇൻഡിപെൻഡന്റും ആയിരിക്കും, പക്ഷേ രേവതി ഏട്ടത്തി അങ്ങനെയൊന്നും അല്ലല്ലോ. രേവതി ഏട്ടത്തി ഇത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശമ്പളമൊന്നും ആരും രേവതി ഏട്ടത്തിക്ക് കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് പോലും യാതൊരു പരാതിയുമില്ലാതെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ അവര്. റിയലി നിങ്ങൾ ഗ്രേറ്റ് ആണ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു വർഷം അങ്ങനെ രേവതിയെ അഭിനന്ദിക്കുന്ന സമയത്തിന് ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ. എന്നിട്ട് വർഷ പറഞ്ഞിട്ട് ഈ ജോലിയൊന്നും എനിക്കറിയില്ല ഏട്ടത്തി, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേനെ. പക്ഷേ ഏട്ടത്തി ചെയ്യുന്ന ജോലിയൊന്നും ഞാൻ ഒരിക്കലും വാല്യൂ ഇല്ലാതാക്കില്ല. ഞാൻ ഇപ്പൊ വരാം ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വർഷം നേരെ തന്റെ റൂമിലേക്ക് പോകും. എന്നാൽ ഇതേ സമയത്തിന് ശ്രുതി പറയുന്നത് കണ്ടില്ല ആന്റി, ഇവൾ ആ വർഷയുടെ ടോപ്പ് മാത്രം വാഷ് ചെയ്യുന്നു. എന്റെ സുധീരെ ഈ ബ്രാൻഡഡ് ഷർട്ട് കൊടുത്തിട്ട് ഇവൾക്കൊന്നും അലക്കാൻ പറ്റില്ലത്രേ. അവൾക്ക് എന്താ എന്റെ ഡ്രസ്സും കൂടി അലക്കി തന്നാലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു നിൽക്കുമായിരിക്കും രേവതി. നിന്റെ ഭർത്താവിന്റെയും തുണികൾ നിനക്ക് വേണമെങ്കിൽ അലക്കിക്കോ എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരെയാണ്. അപ്പൊ ശ്രുതി പറയുന്നത് ആ വർഷ ഇവളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവൾക്ക് ഇങ്ങനെ അഹങ്കാരം പൊട്ടിമുളച്ചത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്താണ് ശ്രുതി. എന്നാൽ ഇതേ സമയത്ത് തന്നെ വർഷ റൂമിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരണ്ടോ, വന്നതിന് ശേഷം ഒരു 5000 രൂപ എടുത്ത് നേരെ രേവതിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നത് ഇതെന്റെ ഏട്ടത്തിക്കുള്ളതാണ്, ഇതുകൊണ്ട് ഏട്ടത്തി എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. എന്നാൽ രേവതി ആ ഒരു പണം വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. രേവതി പറയുന്നത് എനിക്കിതൊന്നും വേണ്ട വർഷ, പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വർഷ പറഞ്ഞിട്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഏട്ടത്തി, ഏട്ടത്തി ഒരു ദിവസം എത്രമാത്രം ജോലികളാ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് പോലും ഏട്ടത്തിക്ക് ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ ഇഷ്ടത്തോടെ തരുന്നത് ഏട്ടത്തി, ഏട്ടത്തി ഇത് വാങ്ങിച്ചോ. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആരും തന്നെ ഒന്നും തരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഏട്ടത്തിയും ചുമ്മാ ആർക്കും തന്നെ ഒന്നും ചെയ്തു കൊടുക്കണ്ട. നിങ്ങളുടെ വില ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് മനസ്സിലാക്കണം ഏട്ടത്തി. എല്ലാവർക്കും ചുമ്മാ അതിങ്ങനെ ജോലിയൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നീട് ഏട്ടത്തി ആരും ഒരു വിലയും തരില്ല. ഏട്ടത്തിയുടെ വാല്യൂ എല്ലാവരും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ 5000 രൂപ എടുത്ത് വർഷം അങ്ങനെ രേവതിയുടെ കൈകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ രേവതി ചോദിക്കുന്നത് വർഷേ നീ എന്തിനാ എനിക്കിങ്ങനെ ക്യാഷൊക്കെ തരുന്നത്, നീയും എന്നെ ഒരു വേലക്കാരിയായിട്ടാണോ കാണുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വർഷ ചോദിക്കുന്നതിന് എന്തിനാ ഏട്ടത്തി എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഏട്ടത്തിനെ ഞാൻ അങ്ങനെയൊക്കെ കാണുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ. യാതൊരു ബെനിഫിറ്റും ഇല്ലാതെയാണ് നിങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ പണം തന്നത് ഇതൊരു വേലക്കാരിക്ക് കൊടുക്കുന്ന കൂലിയായിട്ടല്ല, നിങ്ങൾ എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ കരുതിയിട്ടാണ് ഞാൻ ഈ പണം നിങ്ങൾക്ക് തരുന്നത്. ഇനിയും ഇതുപോലെ ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടത്തി എന്നോട് ചോദിച്ചാൽ മതി, ഏട്ടത്തിക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ വർഷയ്ക്ക് രേവതിയോടുള്ള ആ ഒരു കെയറിംഗ് എല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ. ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡുകളൊക്കെ ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.